Hi friends, welcome back to our channel. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഹ്യൂമൻ ബോഡി എ വണ്ടർ ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ മനുഷ്യ ശരീരം ഒരു വിസ്മയം ദഹനവും ശ്വസനവും എന്ന പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ ലെറ്റ്സ് അസസ് വിലയിരുത്താം എന്ന പ്രവർത്തനവുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണാം. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ, compile a list of the organisms you have observed their respective food. ജീവികളും അവയുടെ ആഹാരവും ഉൾപ്പെട്ട ലിസ്റ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ഓരോ ജീവികളും ഓരോ തരത്തിലാണ് ഭക്ഷണം തേടുന്നതും ഭക്ഷണം കഴിക്കുന്നതും അല്ലേ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഒരു പട്ടിക എഴുതാം. കൗ കഴിക്കുന്നത് ഗ്രാസ്, സ്ട്രോ. ഗോട്ട് ലീവ്സ്, ബനാന പീൽ. കാറ്റ് മൈസ്, ഫിഷ്. ബേർഡ് ഹണി, ഫിഷ്. റാബിറ്റ് carrot leaves. Human cooked rice, fish, meat. ഓക്കെ, അപ്പോൾ പശു കഴിക്കുന്നത് പുല്ല്, വൈക്കോല്. ആട് ഇലകൾ, പഴത്തൊലി. പൂച്ച എലി, മത്സ്യം. കരടി തേന്, മത്സ്യം. മുയൽ ക്യാരറ്റ്, ഇലകൾ. മനുഷ്യൻ ചോറ്, മത്സ്യം, മാംസം. ഓക്കെ, രണ്ടാമത്തേത് ക്ലാസിഫൈ ദ ലിവിങ് ഓർഗാനിസംസ് ഇൻ ടു ഹെർബിവോർ, കാർണിവോർ ആൻഡ് ഒംനിവോർ. അഥവാ സസ്യാഹാരി, മാംസാഹാരി, മിശ്രാഹാരി എന്നിങ്ങനെ ജീവികളെ തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹെർബിവോർ എന്ന് പറയുന്നത് കൗ, എലിഫന്റ്, റാബിറ്റ്, ഡിയർ, ജിറാഫ്. കാർണിവോർ ലയൺ, ടൈഗർ, ഷാർക്ക്, വുൾഫ്. ഒംനിവോർ ഹ്യൂമൻ, ബേർ, പിഗ്, ക്രോ, ഡോഗ്. സസ്യാഹാരികളെ പശു, ആന, മുയൽ, മാന്, ജിറാഫ്. മാംസാഹാരികൾ ചെന്നായ, സ്രാവ്, കഴുകൻ, കടുവ, സിംഹം. മിശ്രാഹാരി മനുഷ്യൻ, കരടി, കാക്ക, പന്നി, നായ. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ന്യൂട്രീഷൻ? എന്താണ് പോഷണം എന്ന് പറയുന്നത്? ന്യൂട്രീഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസംസ് ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ്. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പോഷണം എന്ന് പറയുന്നത്. ഫോർത്ത് വൺ, വാട്ട് ഈസ് ഇൻജക്ഷൻ? എന്താണ് ആഹാര സ്വീകരണം എന്ന് പറയുന്നത്? There are 5 stages in nutrition. The first stage is ingestion. The food first reaches the mouth. പോഷണത്തിന് 5 ഘട്ടങ്ങളാണുള്ളത്. അതിൻ്റെ ആദ്യ ഘട്ടമാണ് ആഹാര സ്വീകരണം എന്ന് പറയുന്നത്. ആഹാരം ആദ്യം എത്തുന്നത് വായിലാണ്. അഞ്ചാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ടു ഫുഡ് ഇൻ ദ മൗത്ത്? വായിൽ വെച്ച് ആഹാരത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? ഇറ്റ് മിക്സസ് വിത്ത് സലൈവ. ഫുഡ് ഈസ് ച്യൂഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടീത്ത്. ഡൈജഷൻ ബിഗിൻസ് ഇൻ ദ മൗത്ത്. അഥവാ ഉമിനീരുമായിട്ട് നമ്മുടെ ആഹാരം കലരുന്നു. പല്ലുകളുടെ സഹായത്താൽ ആഹാരം ചവച്ചരക്കപ്പെടുന്നു. ദഹനത്തിന് തുടക്കം കുറിക്കുന്നത് വായിൽ വെച്ചാണ്. ഇനി ആറാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ഹ്യൂമൻ ബോഡി? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ഏതാണ്? നമ്മുടെ പല്ലിൻ്റെ ഇനാമലാണ്. ഓക്കെ, ഇനാമലാണ് ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം. 7, വാട്ട് ഈസ് മിൽക്ക് ടീത്ത്? എന്താണ് പാൽപ്പല്ലുകൾ? ഇൻ ഇൻഫൻസ് ടീത്ത് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് അറൌണ്ട് ദ ഏജ് ഓഫ് 6 months. ദീസ് ടീത്ത് ആർ നോൺ ആസ് മിൽക്ക് ടീത്ത്. 10 മിൽക്ക് ടീത്ത് ഈച്ച് ഡെവലപ്പ് അറ്റ് ദ അപ്പർ ആൻഡ് ലോവർ ജോസ്. ഇൻ ടോട്ടൽ 20. എന്താണ് പറയുന്നത്? ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളക്കാൻ തുടങ്ങുന്നത്. ഈ പല്ലുകൾ പാൽപ്പല്ലുകൾ എന്ന് അറിയപ്പെടുന്നു. മുകളിലും താഴെയുമായിട്ട് 10 വീതം ആകെ 20 പാൽപ്പല്ലുകളാണ് ഉള്ളത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് പെർമനന്റ് ടീത്ത്? എന്താണ് സ്ഥിരദന്തങ്ങൾ? പെർമനന്റ് ടീത്ത് ആർ ദോസ് ദാറ്റ് റീപ്ലേസ് മിൽക്ക് ടീത്ത് വെൻ ദേ ഫോൾ ഓഫ്. If permanent teeth break or fall off, new teeth will not grow in its place. അഥവാ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയതിനു ശേഷം പിന്നീട് മുളക്കുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ എന്ന് പറയുന്നത്. ഇവ പൊട്ടിപ്പോവുകയോ ഇളകിപ്പോവുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പകരം പുതിയ പല്ലുകൾ ഉണ്ടാകുന്നില്ല. 9ാമത്തെ ചോദ്യം, how closely is the shape of the teeth related to their food habits in carnivorous and herbivorous animals? മാംസാഹാരികളും സസ്യാഹാരികളുമായ ജീവികളുടെ പല്ലുകളുടെ പ്രത്യേകത അവരുടെ ആഹാര രീതിയുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു? The canines of the carnivorous are much developed and it helps in biting and tearing meat. Incisors in herbivorous help to bite and tear the food and premolars and molars to masticate the food.
മാംസാഹാരികളുടെ കോമ്പല്ലുകൾ വളരെയധികം വികാസം പ്രാപിച്ചിരിക്കുന്നു. ഇവ മാംസം കടിച്ചു കീറാൻ സഹായിക്കുന്നു. സസ്യാഹാരികളിൽ ഉളിപ്പല്ലുകൾ ആഹാരം കടിച്ചു മുറിക്കാനും അണപ്പല്ലുകൾ ആഹാരം ചവച്ചരക്കാനും സഹായിക്കുന്നു. ഓക്കെ, ഇനി 11ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ ടങ്? നാക്കിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഹെൽപ്സ് ഇൻ സ്വാലോയിങ്. Tongue helps to move food inside the mouth so that teeth can chew it. The taste buds on the tongue help us to sense taste. വിഴുങ്ങാൻ സഹായിക്കുന്നു. പല്ലുകൾക്ക് ചവച്ചരക്കാൻ പാകത്തിന് ആഹാരത്തെ വായ്ക്കുള്ളിൽ ചലിപ്പിക്കുന്നു. രുചി അറിയാൻ നാക്കിലെ സ്വാദുമുകുളങ്ങൾ നമ്മെ സഹായിക്കുന്നു. The next one, what is esophagus? എന്താണ് അന്നനാളം എന്ന് പറയുന്നത്? The esophagus is a long tube that connects the mouth to the stomach. It is made of muscles. The chewed food reaches the stomach through the esophagus. വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് ഈ ഒരു അന്നനാളം എന്ന് പറയുന്നത്. ഇത് പേശികളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അടുത്തത്, വാട്ട് ഈസ് പെരിസ്റ്റാൾസിസ്? എന്താണ് പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ? The wave-like movement of the esophageal wall help food to reach the stomach. This movement is called peristalsis. അന്നനാളഭിത്തിയുടെ തരംഗരൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ആഹാരം ആമാശയത്തിൽ എത്തുന്നത്. ഈ ഒരു ചലനമാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. 14th question, what is digestion? എന്താണ് ദഹനം? Digestion is the process in which the organic factors present in the food are broken down to simple components that can be absorbed by the body. Digestion is the second stage of nutrition. ആഹാരത്തിൽ അടങ്ങിയ ജൈവ ഘടകങ്ങൾ ശരീരത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ദഹനം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പോഷണത്തിന്റെ 2ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. Then 50th question, what are the changes that occur to food in the stomach? ആമാശയത്തിൽ വെച്ച് ആഹാരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? Digestion is the second stage of nutrition. It takes place partially in the stomach where food remains for 4 to 5 hours. Due to the peristaltic movement of the stomach wall, the food is turned into a paste form. Gastric juice produced by the glands in the stomach wall facilitates digestion. The stomach wall also produces a small amount of hydrochloric acid which helps in protein digestion and pathogen destruction. ആമാശയത്തിൽ വെച്ച് പോഷണത്തിന്റെ 2ാം ഘട്ടമായ ദഹനം ഭാഗികമായി നടക്കുന്നു. ആഹാര പദാർത്ഥങ്ങൾ 4 മുതൽ 5 മണിക്കൂർ വരെ അവിടെ നിലനിൽക്കും. ആമാശയ ഭിത്തിയുടെ തരംഗരൂപത്തിലുള്ള ചലനം മൂലം ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നു. ആമാശയത്തിൽ കാണുന്ന ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയരസം ദഹനത്തെ സുഗമമാക്കുന്നു. ചെറിയ അളവിൽ ആമാശയ ഭിത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് മാംസത്തിന്റെ ദഹനത്തെ സഹായിക്കുകയും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ സ്മോൾ ഇൻസ്റ്റൈൻ ഇൻ ഡൈജഷൻ? ചെറുകുടലിന്റെ ധർമ്മം എന്താണ്? ഹ്യൂമൻ സ്മോൾ ഇൻസ്റ്റൈൻ is 5 to 6 meters long. The absorption of nutrients take place in the small intestine by producing by the liver, and the pancreatic juice produced by the pancreas is mixed with the partially digested food in the first part of the small intestine and completes the digestion of food. മനുഷ്യന്റെ ചെറുകുടലിന് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. പോഷണത്തിന്റെ 2ാമത്തെ ഘട്ടമായ ദഹനം പൂർത്തിയാക്കുന്നതും പോഷക ഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നതും ഇവിടെ വെച്ചാണ്. ചെറുകുടലിന്റെ ആദ്യ ഭാഗത്ത് വെച്ച് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസവും ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലർന്ന് ദഹനം പൂർണ്ണമാകുന്നു. അപ്പം ഇതാണ് ചെറുകുടലിന്റെ ധർമ്മം, ചെറുകുടൽ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. Then 17th question, how do the nutrients in the digested food get absorbed into the blood? ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ എങ്ങനെയാണ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്? Villi are the small finger-like projection present in the wall of the small intestine.
ന്യൂട്രിയൻസ് ഇൻ ദ ഡൈജസ്റ്റഡ് ഫുഡ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് ത്രൂ ദ വില്ലി. ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലുള്ള സൂക്ഷ്മങ്ങളായ ഭാഗങ്ങളാണ് വില്ലസുകൾ എന്ന് പറയുന്നത്. ഇവയിലൂടെ നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. ഇതാണ് പോഷണത്തിന്റെ 3-ാം ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ആകെ 5 ഘട്ടമാണ്, 3-ാമത്തെ ഘട്ടത്തിലേക്ക് എത്തി. നെക്സ്റ്റ്, വാട്ട് ഈസ് എജഷൻ? എന്താണ് വിസർജനം? The process of digestive waste removal from our body is called egestion. This is the 5th stage of nutrition. മലാശയത്തിൽ സംഭരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന പ്രക്രിയയാണ് നമ്മൾ വിസർജനം എന്ന് പറയുന്നത്. ഇതാണ് പോഷണത്തിന്റെ 5-ാം ഘട്ടം എന്ന് പറയുന്നത്. Then 19th question, the digested food will also have substances not needed by our body. ഹൗ ദേ ആർ എലിമിനേറ്റഡ്? ദഹിച്ച ആഹാരത്തിൽ ശരീരത്തിന് വേണ്ടാത്ത പദാർത്ഥങ്ങൾ എങ്ങനെയാണ് പുറന്തള്ളുന്നത്? ആഫ്റ്റർ ദ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ്, the residues in the digested food move into the large intestine. Water and some salt are absorbed into the large intestine from the digestive waste as needed by body. Later, the digestive waste stored in the rectum is digested through the anus. ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ ചെറുകുടലിലേക്ക് നീങ്ങുന്നു. വൻകുടലിലേക്ക് നീങ്ങുന്നു. വൻകുടലിൽ വെച്ച് ദഹനാവശിഷ്ടങ്ങളിൽ ഉള്ള ജലവും ലവണവും ആവശ്യാനുസരണം ആഗിരണം ചെയ്യപ്പെടുന്നു. തുടർന്ന് മലാശയത്തിൽ സംഭരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളുന്നു. അതാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത പദാർത്ഥങ്ങളൊക്കെ പുറന്തള്ളുന്നത്. ദെൻ നെക്സ്റ്റ് 20ാമത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദന്തൽ കാരിയേഴ്സ്? പല്ലുകൾ കേടുവരുന്നതിനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. If we don't clean the mouth properly after having food, bacteria will feed on the food particles stuck between the teeth. This will result in lactic acid production and damage the teeth. ആഹാരം കഴിച്ചതിന് ശേഷം വായ ശരിയായി വൃത്തിയാക്കിയില്ലെങ്കിൽ ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഇതിൽ ബാക്ടീരിയകൾ പോഷണം നടത്തും. തൽഫലമായി ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡ് പല്ലുകളെ കേടുവരുത്തുന്നു. അങ്ങനെയാണ് പല്ലുകൾക്കൊക്കെ കേട് സംഭവിക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ന്യൂട്രീഷൻ? പോഷണത്തിന്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, എജഷൻ. ആഹാരം സ്വീകരിക്കല്, ദഹനം, ആഗിരണം, സ്വാംശീകരണം, വിസർജനം. ഇങ്ങനെയാണ് പോഷണം നടക്കുന്നത്. നെക്സ്റ്റ് 21st ക്വസ്റ്റ്യൻ ആണ്, ഒബ്സർവ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. റൈറ്റ് ദ നെയിംസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ലേബിൾഡ് പാർട്സ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ പാർട്ടാണ്? മനുഷ്യന്റെ ദഹന വ്യവസ്ഥയുടെ ചിത്രീകരണമാണ് തന്നിട്ടുള്ളത്. അതിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളുടെ പേരും ധർമ്മവും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ ടെക്സ്റ്റ് ബുക്ക് നോക്കുക. അതിൽ എ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് മൗത്ത് ആണ്. ദ ഫുഡ് ഫാസ്റ്റ് റീച്ച് ദ മൗത്ത്. ഇറ്റ് മിക്സ് വിത്ത് സലൈവ. ഫുഡ് ഈസ് ച്യൂഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ടീത്ത്. ഡൈജഷൻ ബിഗിൻസ് ഇൻ ദ മൗത്ത്. അത് വായ എന്ന് പറയുന്നത് ആഹാരം ആദ്യം എത്തുന്നതാണ്. ഉമിനീരുമായിട്ട് കലരുന്നു. പല്ലുകളുടെ സഹായത്താൽ ആഹാരം ചവച്ചരക്കപ്പെടുന്നു. ദഹനത്തിന് തുടക്കം കുറിക്കുന്നത് വായിൽ വെച്ചാണ്. രണ്ടാമത്തത് എയ്സോഫാക്കസ് ആണ്. ദ എയ്സോഫാക്കസ് ഈസ് എ ലോങ് ട്യൂബ് ദാറ്റ് കണക്ട്സ് ദ മൗത്ത് ടു ദ സ്റ്റൊമക്ക്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് മസിൽസ്. ദ ച്യൂഡ് ഫുഡ് റീച്ചസ് ദ സ്റ്റൊമക്ക് ത്രൂ ദ എയ്സോഫാക്കസ്. അതോ അന്നനാളം എന്ന് പറയുന്നത് വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് അന്നനാളം. ഇത് പേശികളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ചവച്ചരക്കപ്പെട്ട ആഹാരം അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ സി എന്ന് പറയുന്നത് സ്റ്റൊമക്ക് ആണ്. ഡ്യൂ ടു ദ പെരിസ്റ്റാൾട്ടിക് മൊമെന്റ് ഓഫ് ദ സ്റ്റൊമക്ക് വാൾ ദ ഫുഡ് ഈസ് ടേൺഡ് ഇൻ ടു എ പേസ്റ്റ് form. Gastric juice produced by the glands in the stomach wall facilitates digestion. The stomach wall also produces a small amount of hydrochloric acid which helps in protein digestion and pathogen destruction. അതോ ആമാശയം എന്ന് പറയുന്നത് ആമാശയത്തെ ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം മൂലമാണ് ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നത്. ആമാശയ ഭിത്തിയിൽ കാണുന്ന ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയരസം ദഹനത്തെ സുഗമമാക്കുന്നു. ചെറിയ അളവിൽ ആമാശയ ഭിത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുകയും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു.
ഇനി അടുത്തത് ഡി എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. The absorption of nutrients takes place in small intestine while producing by the liver, and the pancreatic juice produced by the pancreas is mixed with partially digested food and completes the digestion of food. അതോ ചെറുകുടൽ എന്ന് പറയുന്നത് പോഷക ഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നത് ഇവിടെ വെച്ചാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസവും ഭാഗികമായി ആഹാരവുമായി കലർന്ന് ദഹനം പൂർണ്ണമാകുന്നു. ചെറുകുടലിലെ വില്ലസുകൾ വഴിയാണ് നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. അടുത്തത് ഇ ആണ്. ലാർജ് ഇൻറ്റസ്റ്റൈനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആഫ്റ്റർ ദ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ദ റെസിഡ്യൂസ് ഇൻ ദ ഡൈജസ്റ്റഡ് ഫുഡ് മൂവ് ടു ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. Water and some salts are absorbed into the large intestine from the digestive waste as needed by body. അത് വൻകുടൽ എന്ന് പറയുന്നത് ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു. വൻകുടലിൽ വെച്ച് ദഹനാവശിഷ്ടങ്ങളിലുള്ള ജലവും ലവണവും ആവശ്യാനുസരണം ആഗിരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി അതിൽ എഫ് എന്ന് പറയുന്നത് റെക്റ്റമാണ്. The digestive waste stored in the rectum is adjusted through the anus. അഥവാ മലാശയമാണ്. മലാശയത്തിൽ സംഭരിക്കപ്പെടുന്ന ദഹന അവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതും അതിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ന്യൂട്രീഷൻ ഇൻ അമീബ. അമീബയിൽ നടക്കുന്ന പോഷണത്തിന്റെ ഘട്ടങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻജക്ഷൻ. The amoeba engulfs with particles using its pseudopodia. Digestion is the അടുത്തത് ഡൈജഷൻ ആണ്. ദ ഡൈജസ്റ്റീവ് എൻസൈംസ് ബ്രേക്ക് ഡൗൺ ദ ഫുഡ് പാർട്ടിക്കിൾ ആൻഡ് ഡൈജസ്റ്റ് ഇറ്റ്. നെക്സ്റ്റ് വൺ അബ്സോർപ്ഷൻ ആണ്. ദ ഡൈജസ്റ്റഡ് ന്യൂട്രിയൻസ് പാസ് ഇൻ ടു ദ അമീബാസ് സൈറ്റോപ്ലാസം. Assimilation. The amoeba uses these absorbed nutrients from energy, growth and repair. Then last one egestion ആണ്. The amoeba expels undigested waste materials from the cell. ആഹാരം സ്വീകരണമാണ് ആദ്യം നടക്കുന്നത്. അമീബ അതിന് കപടപാദങ്ങൾ ഉപയോഗിച്ച് ആഹാര പദാർത്ഥം വിഴുങ്ങുന്നു. അതിനുശേഷം ദഹനമാണ്. ദഹനരസങ്ങൾ ആഹാര പദാർത്ഥത്തെ വിഘടിപ്പിക്കുകയും ദഹിപ്പിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ആഗിരണമാണ്. ദഹിപ്പിച്ച പോഷകങ്ങൾ അമീബയുടെ കോശദ്രവ്യത്തിലേക്ക് ലയിക്കുന്നു. പിന്നീട് സാംശീകരണമാണ്. ഊർജം, വളർച്ച എന്നിവക്കായി ആഗിരണം ചെയ്യപ്പെടുന്ന പോഷകങ്ങൾ ഉപയോഗിക്കുന്നു. പിന്നീട് പുറന്തള്ളൽ നടക്കുന്നു. അമീബ ദഹിക്കാത്ത മാലിന്യ വസ്തുക്കളെ കോശത്തിൽ നിന്ന് പുറന്തള്ളുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അമീബയുടെ ദഹനം എന്ന് പറയുന്നത്. അടുത്തത് വാട്ട് ആർ ഹ്യൂമൻ അനേബിൾ ടു ടേക്ക് ഓക്സിജൻ ഫ്രം വാട്ടർ ലൈക്ക് ഫിഷ്. മനുഷ്യർക്ക് മത്സ്യത്തെ പോലെ വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണ്? Fishes have gills by which they absorb dissolved oxygen from water. Humans can't take oxygen from water because we don't have gills. Our lungs are designed to take oxygen from the air. മത്സ്യങ്ങൾക്ക് എന്താണുള്ളത്? ചെകിളപ്പൂക്കളുണ്ട്. അവ വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുന്നു. ചെകിളപ്പൂക്കൾ ഇല്ലാത്തതിനാൽ മനുഷ്യർക്ക് വെള്ളത്തിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കാൻ കഴിയില്ല. നമ്മുടെ ശ്വാസകോശത്തിന് അന്തരീക്ഷ വായുവിൽ നിന്നുള്ള ഓക്സിജൻ സ്വീകരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് മത്സ്യത്തെ പോലെ വെള്ളത്തിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കാൻ കഴിയാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ. എന്താണ് ഉച്ഛ്വാസവും നിശ്വാസവും എന്താണ്? Inhalation is the process of taking air into the lungs. Exhalation is a process of movement of air from lungs to outside. വായു ശ്വാസകോശത്തിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം എന്ന് പറയുന്നത്. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്ന പ്രവർത്തനമാണ് നിശ്വാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 25th ക്വസ്റ്റ്യൻ ആണ്. റേറ്റ് ദ ഫങ്ഷനിങ് ഓഫ് ഹ്യൂമൻ ലങ്സ്. മനുഷ്യൻ്റെ ശ്വാസകോശങ്ങളുടെ ധർമ്മം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? Human lungs are placed in a shape inside the chest called the thoracic cavity. Below the thoracic cavity is the abdomen. Diaphragm is the muscular wall that separates the thoracic and abdominal cavities. There are two lungs in the thoracic cavity. The diaphragm and the muscles attached to the ribs play a role in the contraction and expansion of human lungs. During inhalation, the diaphragm contracts and flattens.
This increases the volume of the thoracic cavity. The atmosphere air enters the legs and the legs expand. During exhalation, the diaphragm relaxes and both the diaphragm and the lungs return to their previous positions. The air from the lungs moves out. അഥവാ മനുഷ്യൻ്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന നെഞ്ചിനകത്തെ അറയാണ് നമ്മൾ ഔരസാശയം എന്ന് പറയുന്നത്. അതിന് താഴെയുള്ള ഭാഗമാണ് ഉദരാശയം. ഇവ വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം. ഇത് അല്പം മേലോട്ട് വളഞ്ഞാണ് ഇരിക്കുന്നത്. ഇതിന് ഒരു കമാനാകൃതിയാണുള്ളത്. ഉച്ഛ്വാസ സമയത്ത് ഡയഫ്രം ചുരുങ്ങുകയും വളവ് അല്പം നിവരുകയും ചെയ്യുന്നു. അതിനാൽ ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. തൽഫലമായി അന്തരീക്ഷ വായു ഔരസാശയത്തിലേക്ക് പ്രവേശിക്കുന്നു. ശ്വാസകോശം വികസിക്കുകയും ചെയ്യുന്നു. നിശ്വാസ സമയത്ത് ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് മനുഷ്യൻ്റെ ഓരോ ശ്വാസവും എന്ന് കൂട്ടുകാരെ ഓർത്തു വെക്കുക. ഇനി 26ാമത്തെ ചോദ്യമാണ്, വാട്ട് ഹാപ്പൻസ് ടു ദ ഡയഫ്രം ഡ്യൂറിങ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ? ഉച്ഛ്വാസവും നിശ്വാസവും നടക്കുമ്പോൾ ഡയഫ്രത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഡ്യൂറിങ് ഇൻഹലേഷൻ ദ ഡയഫ്രം കോൺട്രാക്ട്സ് ആൻഡ് ഫ്ലാറ്റൻസ്. This increases the volume of the thoracic cavity. The atmosphere air enters the lungs and the lungs expand. During exhalation, the diaphragm relaxes and both the diaphragm and the lungs return to the previous position. The air from the lungs moves out. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഉച്ഛ്വാസ സമയത്ത് ഡയഫ്രം ചുരുങ്ങുകയും അവിടെ വളവ് അല്പം നിവരുകയും ചെയ്യുന്നു. അതിനാൽ നമ്മുടെ ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. തൽഫലമായി അന്തരീക്ഷ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. ശ്വാസകോശം വികസിക്കുകയും ചെയ്യുന്നു. നിശ്വാസ സമയത്ത് ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു. ശ്വാസകോശവും പൂർവ്വസ്ഥിതിയിലാകുന്നു. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻഹലേഷനും എക്സലേഷനും സംഭവിക്കുമ്പോൾ അവിടെ ഡയഫ്രത്തിനുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ റെസ്പിറേറ്ററി ട്രാക്ക്? എന്താണ് ശ്വസന പദം എന്ന് പറഞ്ഞാൽ എന്താണ്? എയർ എൻറ്ററിങ് ത്രൂ ദ നോസ്ട്രിൽസ് റീച്ചസ് ദ alveoli of the lungs. Respiratory tract is the air passage from the nostril to lungs. നാസ്വാദ്വാരത്തിലൂടെ അകത്തു കടക്കുന്ന വായു ശ്വാസകോശങ്ങളിലെ വായു അറയിൽ എത്തുന്നു. വായുവിൻ്റെ ഈ സഞ്ചാരപാതയാണ് നമ്മൾ ശ്വസനപഥം എന്ന് പറയുന്നത്. Then next question, what is the flow chart of the respiratory tract? ശ്വസനപഥത്തിൻ്റെ ഫ്ലോ ചാർട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോസ്ട്രിൽസ്, ട്രാക്കിയ, ബ്രോഞ്ചി, ബ്രോഞ്ചൂൾസ്, ആൽവിയോൾസ് അഥവാ നാസ്വാദ്വാരം, ശ്വസനനാളം, ശ്വസനി, ശ്വസനിക, വായു അറ. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഇനി 29th ക്വസ്റ്റ്യൻ നോക്കാം. Which components show difference in percentage during exhalation and inhalation? ഉച്ഛ്വാസവായുവിലെയും നിശ്വാസവായുവിലെയും ഏതൊക്കെ ഘടകങ്ങളുടെ അളവിലാണ് വ്യത്യാസം വരുന്നത്? ഓക്സിജന്, കാർബൺ ഡൈ ഓക്സൈഡ്, മോയിസ്ചർ അഥവാ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ജലബാഷ്പവും ഇതിലാണ് വ്യത്യാസം വരുന്നത്. 13th ക്വസ്റ്റ്യൻ, which of the components are in higher level and lower level in exhaled in air than inhaled air? ഉച്ഛ്വാസവായുവിനെ അപേക്ഷിച്ച് നിശ്വാസവായുവിലെ കൂടുതൽ അളവിലുള്ള ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും മോയിസ്ചറുമാണ് കൂടുതലുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡും ജലബാഷ്പവും. കുറവുള്ളത് ഓക്സിജനാണ്. ഓക്കെ, അപ്പോൾ കൂടുതലുള്ളതും കുറവുള്ളതും മനസ്സിലാക്കി വെക്കുക. ഇനി 31 ആണ് അടുത്തത്. വാട്ട് ഈസ് റെസ്പിറേഷൻ? എന്താണ് ശ്വസനം എന്ന് പറയുന്നത്? ദ പ്രോസസ് ത്രൂ വിച്ച് ഓർഗാനിസംസ് റിസീവ് ഓക്സിജൻ ഫ്രം ദെയർ എൻവയോൺമെൻറ്റ് ആൻഡ് എലിമിനേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് കോൾഡ് റെസ്പിറേഷൻ. ജീവികൾ അവയുടെ പരിസരത്ത് നിന്നും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന്, ആ ഒരു പ്രക്രിയക്ക് പറയുന്നതാണ് ശ്വസനം അല്ലെങ്കിൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇനി 32 ആണ്. ഹൗ ഗ്യാസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ് ഇൻ എ പ്രോട്ടോസോൺ ലൈക്ക് പാരമീസിയം? പാരമീസിയത്തിൽ വാതകവിനിമയം നടക്കുന്നത് എങ്ങനെയാണ്? പാരമീസിയം ടേക്സ് ഇൻ ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ ദ സറൗണ്ടിങ് വാട്ടർ ത്രൂ ദ സെൽ മെമ്പറൈൻ ആൻഡ് ഗീവ്സ് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. ചുറ്റുമുള്ള ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനെ പാരമീസിയം കോശസ്തരം വഴി സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ്
പുറന്തള്ളപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി 33 ആണ്. ഹൗ ഡൂയിങ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. സസ്യങ്ങളുടെ ശ്വസനം എങ്ങനെയാണ് നടക്കുന്നത്? Plants also absorb oxygen from the atmosphere and release carbon dioxide. Stomata are fine pores found in leaves and tender stem that help in gas exchange in plants. ജന്തുക്കളെ പോലെ തന്നെ സസ്യങ്ങളും അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു. ഇലകളിലും ഇളം കാണ്ഡങ്ങളിലും കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളായ അസ്ഥിരന്ധ്രങ്ങൾ വഴിയാണ് ഈ വാതക വിനിമയം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. നല്ല വലിയ ഒരു പാഠഭാഗമാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ബ്രീഫ് ചെയ്തിട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സിൽ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് വിലയിരുത്താം എന്ന പ്രവർത്തനം ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും നോക്കാം. ഓക്കെ, ഒന്നാമത്തെ പ്രവർത്തനം, തന്നിരിക്കുന്നവയിൽ ശരിയായ കൂട്ടം ഏത്? ഇവിടെ ABC എന്ന് പറഞ്ഞുകൊണ്ട് 3 കൂട്ടമാണ് തന്നിട്ടുള്ളത്. എന്താണ്? ആട്, കുതിര, കാക്ക, പ്രാവ് സസ്യാഹാരിയാണെന്നാണ്. പുലി, കഴുകൻ, ആന, പല്ലി മാംസാഹാരിയാണ്. മനുഷ്യൻ, കോഴി, കുരങ്ങൻ, മയിൽ മിശ്രാഹാരിയാണ്. ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഈസ് കറക്റ്റ്? ഗോട്ട്, ഹോഴ്സ്, ക്രോ, പീജിയൻ ഹെർബിവോറസ്, ലെപ്പേർഡ്, വൾച്ചർ, എലിഫൻറ്റ്, ലിസാർഡ് കാർണിവോറസ്, മാന്, ഹെന്ന്, മങ്കി, പീക്കോക്ക് ഒംനിവോറസ്. അതിൽ ഒംനിവോറസ് എന്നുള്ള ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്ന അവയവങ്ങളിൽ ഏതിലാണ് ദഹനം പൂർത്തിയാകുന്നത്? വായു, ചെറുകുടൽ, വൻകുടൽ, ആമാശയം. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ചെറുകുടലാണ്. ഓക്കെ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗൻ ഡൈജഷൻ ഈസ് കംപ്ലീറ്റഡ്? മൗത്ത്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ ആൻഡ് സ്റ്റൊമക്ക്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ചോദ്യം, പല്ല് കേടുവരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? വാട്ട് ആർ ദ പ്രിക്വേഷണറി സ്റ്റെപ്സ് ടു ബി ടേക്കൻ ടു പ്രിവെൻറ്റ് ടൂത്ത് ഡിക്കേ? ഏതൊക്കെയാണ്? ആഹാരത്തിന് ശേഷം വായ നന്നായി കഴുകുക. രാവിലെ ആഹാരത്തിന് മുമ്പും രാത്രി ആഹാരത്തിനു ശേഷവും ബ്രഷ് ഉപയോഗിച്ച് പല്ലുകൾ വൃത്തിയാക്കുക. മധുര പലഹാരങ്ങളുടെ അവശിഷ്ടങ്ങൾ പല്ലിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഓക്കെ, വാഷ് മൗത്ത് പ്രോപ്പർലി ആഫ്റ്റർ ഹാവിംഗ് ഫുഡ്. ബ്രഷ് ടീത്ത് ഇൻ ദ മോർണിംഗ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് അറ്റ് നൈറ്റ് ആഫ്റ്റർ ഡിന്നർ. ക്ലീൻ മൗത്ത് വെൽ ആഫ്റ്റർ കൺസ്യൂമിങ് സ്വീറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. 6 വയസ്സുള്ള ഒരു കുട്ടിയുടെയും പ്രായപൂർത്തിയായ ഒരാളിൻ്റെയും പല്ലുകളിലെ വ്യത്യാസം താരതമ്യം ചെയ്യുക. കമ്പയർ ദ ഡെന്റിഷൻ ഓഫ് എ 6 years old ചൈൽഡ് ആൻഡ് ദാറ്റ് ഓഫ് എൻ അഡൽട്ട്. അപ്പോൾ 6 വയസ്സുള്ള കുട്ടികൾക്ക് പാൽപ്പല്ലുകൾ ഉണ്ടാകുന്നത് മുകളിലും താഴെയുമായി 10 വീതം ആകെ 20 പല്ലുകളാണ് ഉണ്ടാകുന്നത്. ഈ പല്ലുകൾ കൊഴിഞ്ഞു പോവുകയും പിന്നീട് പുതിയ പല്ലുകൾ മുളക്കുകയും ചെയ്യും. പ്രായപൂർത്തിയായ ആൾക്ക് സ്ഥിരദന്തങ്ങളാണുള്ളത്. ഇവ പൊട്ടിപ്പോവുകയോ ഇളകിപ്പോവുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പുതിയ പല്ലുകൾ ഉണ്ടാകുന്നില്ല. Infants' teeth develop start around the age of 6 months. These teeth are known as the milk teeth. 10 milk teeth each develop at the upper and lower jaws. Permanent teeth are those that replace milk teeth when they fall off. Permanent teeth break or fall off. New teeth will not grow into its place. There will be 32 permanent teeth in an adult. അടുത്ത ചോദ്യം അവസാനത്തെ ചോദ്യമാണ്. ഒരാൾ കിടന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം ആമാശയത്തിൽ എത്തുമോ? എന്തുകൊണ്ട്? എ പേഴ്സൺ ഈസ് ലൈങ് ഡൗൺ ആൻഡ് ഈറ്റിംഗ് ഫുഡ്. ഡു യു തിങ്ക് ദ ഫുഡ് വിൽ റീച്ച് ദ സ്റ്റൊമക്ക്? വൈ? എത്തുമോ? എത്തും. എന്തുകൊണ്ടാണ് എത്തുന്നത്? കാരണം പെരിസ്റ്റാൾസിസ് മൂലമാണിത് എത്തുന്നത്. അന്നനാള ഭിത്തിയിലുണ്ടാകുന്ന തരംഗരൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ആഹാരം ആമാശയത്തിൽ എത്തുന്നത്. യെസ്, the food will reach the stomach. This is due to peristalsis. The wave-like movement of the esophageal wall help food to reach the stomach. This movement is peristalsis. അപ്പോൾ നമ്മൾ ഇരുന്ന് കഴിച്ചാലും കിടന്ന് കഴിച്ചാലും എങ്ങനെ കഴിച്ചാലും നമ്മുടെ ഫുഡ് എവിടെ എത്തും? നമ്മുടെ ആമാശയത്തിൽ എത്തുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗവും അതിലെ എല്ലാ ആക്ടിവിറ്റീസും എന്ന് പറയുന്നത്. ഇനി നമുക്ക് പുതിയ പാഠഭാഗവുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.